ഹലോ, ഇനി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 മണി 8:15 ആയപ്പോഴാണ് ഞാൻ നീക്കുന്നത്. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രഗ്നൻസി ആയതിന് ശേഷം ഞാൻ ലേറ്റ് ആയിട്ടാണ് നീക്കാറ്. നമുക്ക് രാവിലെ ഒരു ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് നീക്കുക. അങ്ങനെ നീറ്റ് ഒക്കെ ഒന്ന് ഇതായി നീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖത്ത് ഇങ്ങനെ ഒരു നീരുണ്ടാവാറുണ്ട് കേട്ടോ. ഒരു ചെറിയ മുഖം വേർതിരിക്കും. അത് ഞാൻ നീറ്റ് വാഷ്റൂമിൽ പോയി വെപ്പത്തിനും ബബ്ലു നീറ്റു. പിന്നെ ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു ബബ്ലുവിൻ്റെ അടുത്ത്. അപ്പോൾ ബബ്ലു ഒന്ന് മൂഡ് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. വേറെ ബബ്ലുവിന് എന്തെങ്കിലും ഫോൺ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടേക്ക് പറഞ്ഞേക്കും ഞാൻ. അത് ഞാൻ ഫ്രഷായി വന്നു. ഫ്രഷായിട്ട് പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടും. നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കുടഞ്ഞിടും. അതുപോലെ തന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടും. ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ടാണ് റൂമിൽ കിടക്കാറ്. പിന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടും. ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഉച്ച വരെയൊക്കെ ഞാനൊന്ന് ജനൽ തുറന്നിടാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ വെറും വയറ്റിൽ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് തലേ ദിവസം ബബിള് കഴിച്ചിട്ട് സൈക്കിളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കണം. പിന്നെ ഞാൻ നീറ്റ് കഴിഞ്ഞാൽ നേരെ പോവുക ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവും. ഒന്ന് വാതിൽ തുറന്ന് എങ്ങനെയാണ് ചുറ്റും ആ ഒരു എന്താ പറയുക കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമാണ്. രാവിലെ ഇവിടെ പാടഭാഗമായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സുഖമാണ് ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എൻ്റെ മെയിൻ റോഡാണ്, അവിടെ വണ്ടി പോണത് കാണാല്. ഞങ്ങൾ ഇവിടെ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടികളൊക്കെ പോണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ചായ കുടിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുക. അങ്ങനെ നമ്മൾ നേരെ ഇനി കിച്ചണിലേക്ക് പോവാണ്. അമ്മ നേരത്തെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ തലേ ദിവസം പകുതി ചക്ക വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ദേ ചോറുണ്ടാക്കൽ കഴിഞ്ഞു അമ്മയുടെ. പിന്നെ അതുപോലെ തന്നെ 2 പ്രാവശ്യം ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം കഴുകി വയ്ക്കാണ്ട്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ഇടയിൽ ഞാൻ അമ്മയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ടൈം സ്ലാപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഇന്നിവിടെ പള്ളിപ്പെരുന്നാളാണ്, 2 ദിവസം, ഇന്നും നാളെയും പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് എനിക്കും ബബ്ലുവിനും ചായയും ഹോർലിക്സും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ ഞാൻ കുടിക്കാറില്ല രാവിലെ, ഞാൻ എപ്പോഴേലൊക്കെ ചായ കുടിക്കുള്ളൂ. റാഗിയാണ് കുടിക്കാറ് കേട്ടോ. അപ്പോൾ റാഗി കഴിഞ്ഞ കാരണം ഞാൻ ചായ ഉണ്ടാക്കി, ബബ്ലുവിനൊരു ഹോർലിക്സ് ഉണ്ടാക്കി. ബബ്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളാണ്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിയണ്ടാവില്ല. ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി, എനിക്കൊരു ചായ ഉണ്ടാക്കി. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സിറ്റ് ഔട്ടിലിരുന്നിട്ട് കുടിക്കാണ് കേട്ടോ. ആളിടയില് ക്യാമറയിലേക്ക് ഒന്ന് നോക്കി നോക്കുന്നുണ്ട് കാണുന്നുണ്ടാന്നൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വെയിൽ കൊള്ളും. അതൊരു 7 മാസം തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെയിൽ കൊള്ളല്. വെയിൽ കൊള്ളണത് ഉണ്ണിക്ക് മഞ്ഞപ്പിത്തൊന്നും ഇല്ലാതിരിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് മോളെ വിശേഷമുള്ളപ്പോഴും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അവൾക്ക് മഞ്ഞപ്പിത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഈ വിശേഷമായപ്പോഴും ഇതുപോലെ ഞാൻ 7th മന്തൊക്കെ ആയപ്പം വെയിൽ കൊള്ളാറുണ്ട്. ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി വന്നു. അപ്പം നമ്മൾ തലയിൽ എണ്ണ തേക്കും കൂടിയും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ആ പരിപാടി കൂടി കഴിഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. അപ്പോഴത്തേനും എൻ്റെ ബബ്ലു ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ അവൾക്ക് എന്താ പറയുക, ഇരുമ്പാമ്പുളി പൊട്ടിക്കണം എന്നാ പറയുന്നത്. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആളിറങ്ങിപ്പോയി പൊട്ടിക്കാൻ. അവൾക്ക് കൈ എത്തുന്ന ആ ഒരു ഭാഗത്ത് തന്നെ അത്യാവശ്യം കുറേ ഇരുമ്പാമ്പുളി ഉണ്ട് അതിന്മേ. അപ്പൊ അവള് അത് കഴിക്കാറുണ്ട് കേട്ടോ, ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ചോറ് വെക്കാറ്. ഇൻ കേസ് മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളിൽ വെക്കും. അപ്പൊ നമ്മളെ എണ്ണക്കുപ്പിയൊക്കെ എടുത്തു വെച്ചു. ഞാൻ വീട് കാണിച്ചപ്പോൾ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. നമ്മള് കറി പൗഡറും കാര്യങ്ങളും കടല, പയറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നേരെ ഇഡ്ഡലിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കി വെക്കാന്ന് വിചാരിച്ചു. അടുത്തൊരു ട്രിപ്പിനുള്ള മാവും കൂടി ഉള്ള കാരണം ഞാൻ വീണ്ടും നമ്മളെ ഇഡ്ഡലി സെറ്റ് വീണ്ടും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി അതോടുകൂടി അവസാനിക്കട്ടെ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്.
അങ്ങനെ ഇഡ്ഡലിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എനിക്ക് അപ്പം എടുത്ത പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ചാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ചട്നി അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഉണ്ണിക്ക് നമ്മുടെ പലഹാരങ്ങൾ കൊണ്ടുകൊടുത്തേട്ടാ പള്ളി പെരുന്നാളിൻ്റെ. പിന്നെ ആ ചേച്ചി പോയി. ഞാൻ അമ്മയുടെ അടുത്ത് പറയുകയാണ് ആ ചേച്ചി കൊടുക്കുന്നതാന്നൊക്കെ. അപ്പോൾ ഇതേ ഐസുകാരനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ വരാറുണ്ട്, നമ്മൾ മേടിക്കാറില്ല. അങ്ങനെ പിന്നെ ഞാൻ അടിച്ചു വാരാൻ നിന്നു. ഫുള്ള് എല്ലായിടത്തും അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഒന്ന് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ആവില്ല, അപ്പോൾ വാർഡ്രോബൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പഴയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ കൊട്ടയിലെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം പുറത്തുനിന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഉണ്ണീനെ ഊഞ്ഞാലാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൾ ടി വി കണ്ടു കുറച്ച് നേരം. ആ നേരം കൊണ്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കുകയാണ്. അടിച്ചു വാരി കഴിഞ്ഞു തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഉണ്ണീനെ കുളിപ്പിച്ച് ഇഡ്ഡലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ ഇരുന്നിട്ട് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു നാസ്തിയുടെ ലൈക്ക് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കാണാറുണ്ട് കേട്ടോ. കഴിച്ചോട്ടെ, നല്ല കുട്ടിയായിട്ട് കഴിക്കും. ഇപ്പം എത്ര കഴിച്ചു? ഒരെണ്ണം. അങ്കലവാടി പോണ്ട നമുക്ക്? അപ്പോൾ ഇതുവരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ അവിടെ ഇരുന്നിട്ട് കുക്കുംബർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വീട് കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ വീട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി വന്നതാണ് കിച്ചണിലേക്ക്. അങ്ങനെ പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഐസ് വാട്ടറിൽ മുഖമൊന്ന് വയ്ക്കാറുണ്ട്. അത് ചെയ്യണത് നല്ലതാണെന്ന് കേട്ടു. നമ്മുടെ മുഖത്തുള്ള പോറസൊക്കെ ഈ ഓട്ടോട്ടകളുണ്ടല്ലോ അത് പോവാൻ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് അതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോ വരാനൊക്കെ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ അതിന്ന് നമുക്ക് പറ്റണ അത്രത്തോളം കുറച്ച് നേരം മൂക്ക് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ ഫേസ് വെള്ളത്തിൽ അമർത്തി വയ്ക്കും. അങ്ങനെ നമുക്ക് പറ്റുന്ന അത്ര ചെയ്യുക. ബുദ്ധിമുട്ടി ചെയ്യരുത്. കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2-3 ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ നമ്മൾ മുഖമൊന്ന് കഴുകി ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ അതേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും ഇടും. നമ്മൾ ഈ പ്രഗ്നൻസി ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ കുറേ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഞാൻ പിന്നെ പുതിയ മോയ്സ്ചറൈസർ മേടിച്ചു.
സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അധികം എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഇത് നല്ലതായിട്ട് തോന്നി അത് യൂസ് ചെയ്യണത്. പിന്നെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു മെഡിക്കൽ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അഫോർഡബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ മാമ-എർത്തിൻ്റെ ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതും ഇപ്പോൾ പ്രഗ്നൻസിയിൽ മേടിച്ചതാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ലതായിട്ട് തോന്നി. എനിക്ക് ചുണ്ടുമെന്ന് നന്നായിട്ട് തൊലി പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറി. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മുഖത്ത് ഈ പറഞ്ഞ പോലെ ഈ ക്രീമും തേച്ചാൽ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഫുഡ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ബബ്ലു 2 ഇഡ്ഡലി കഴിച്ചു. 3ാമത്തെ ഇഡ്ഡലി കൊടുത്തപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഇഡ്ഡലിയൊക്കെ എടുത്ത് ഒരു 4 ഇഡ്ഡലി കഴിച്ചു. 4 ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്നി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുക കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്കുംബറും കഴിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മെഡിസിൻ ഉണ്ട്, അയൺ ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഇനിയിപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ ഒന്ന് കത്തിക്കാനുള്ളതിലേക്കൊന്ന് മാറ്റിയിടണം. പിന്നെ അലക്കാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് അലക്കണം. അപ്പം ഞാൻ അലക്കാൻ പോവുകയാണേ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ബബ്ലു ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബബ്ലുവിനായിട്ട് അങ്കലവാടി പോകണം. അംഗലവാടി പോവാം നമുക്ക്. അപ്പം നമ്മൾ ബബ്ലുവിനെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് റെഡിയാക്കാം നമുക്കവിടെ. രണ്ട് നേരം നമുക്ക് ഞാനും കൂടി റെഡിയായിട്ട് ബബ്ലുവിന് അങ്കലവാടിയിൽ സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പോവാം.
അപ്പോൾ അതേ ബബ്ലു റെഡി ആയിട്ടുണ്ട്. ബബ്ലുവിൻ്റെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു വിധം വിയർത്ത് ആകെ ഒരു വിധമായിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഒന്ന് ഡ്രസ്സ് മാറട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനി ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ട് പോട്ടെ. നമ്മുടെ ബേബി ബബ്ബൊക്കെ കണ്ട. അപ്പോൾ അടുത്ത് തുടങ്ങി നമുക്ക് 35 വീക്സായി. ഈ വീഡിയോ എടുക്കുമ്പോൾ 34 വീക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ലേറ്റായിട്ടാവും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഉണ്ണിക്കുള്ള ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അമ്മയും ഉണ്ണിയും കൂടിയിട്ട് പോവാണ്. ഇപ്പോഴാണ് വെള്ളം വന്നേട്ടാ. വെള്ളം വന്നു, വെള്ളത്തിൻ്റെ വണ്ടിയത്. അങ്ങനെ നമ്മൾ നടന്ന് പോവാണ്. കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ ഈ ടൈമിൽ നടക്കുന്നതും നല്ലതാണല്ലോ. അരമണിക്കൂറോളം ദിവസം നടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പള്ളിപ്പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ ഈ കൊട വെച്ചിട്ടുണ്ട്. പിന്നെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, ഒരു താഴ്ത്തിക്കുന്ന ഡ്രസ്സുണ്ട്. നല്ല രസമല്ലേ മെറ്റ. എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രത്യേക വൈബുള്ള വീട്. അങ്ങനെ നമ്മൾ അങ്കലവാടി എത്തി. അവിടെ പോയി സ്ക്രീനിങ് ഒക്കെ ചെയ്ത് തിരിച്ച് വരികയാണ്. എന്നുള്ള വീട്ടിലേക്ക് തിരിച്ച് റിട്ടേൺ വരികയാണ്. ബബ്ലു സന്തോഷത്തിൽ ഇങ്ങനെ നടന്നു വരിക. അവളുടെ വെയിറ്റ്, ഹൈറ്റ് ഇതൊക്കെ നോക്കി. പിന്നെ നമ്മൾ വീടെത്തിയിട്ടാ. വിനു ഉണ്ണിയുടെ അടുത്ത് എന്താ ചെയ്ത ടീച്ചറെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ പറയുക അവള്. അങ്ങനെ വീടെത്തിയപ്പോഴത്തേനും ഭയങ്കര ദാഹം. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ണിൻ്റെ മുകളിൽ പൗഡർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വിയർത്തതായപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണത് ഞാൻ അപ്പം കണ്ടില്ല വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഞാൻ എപ്പോഴോ കണ്ടപ്പോഴാണ് തുടച്ചത്. പിന്നെ അങ്ങനെ നോക്കി ഇതാക്കി വന്നപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ചേച്ചി കൊടുന്ന ഉണ്ണിയപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. പിന്നെ ഒരു അച്ചപ്പം എടുത്തിട്ട് നേരെ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു വട്ടം വായിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഈ ഷെൽഫിലുള്ള ബുക്കുകളൊക്കെ വായിച്ച് കഴിഞ്ഞു. ഓരോന്നോരോന്ന് മേടിച്ച് വായിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് മുന്നേ വായിച്ച് തീർത്തതാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് വായിച്ചിട്ട്. ഞാനതിരുന്നിങ്ങനെ വായിക്കുകയാണ്. ബബ്ലു ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട്. ബബ്ലുവിന് എനിക്കിന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് കേട്ടോ. അധികം നേരം കൊടുക്കില്ല. എന്നാലും ഇപ്പോൾ മുന്നേ തീരെ കൊടുത്തിരുന്നില്ലേ. ഇപ്പോൾ ഞാൻ വിശേഷമായപ്പോൾ എനിക്കെന്തായാലും എന്നെക്കൊണ്ട് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ഇത് വരുമ്പോൾ ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കും കുറച്ച് നേരം. പിന്നെ എന്നിട്ട് ചോറിനാണ് പരിപ്പ് കൂട്ടാനും അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും പരിപ്പ് കൂട്ടാനായിട്ട് മാമുണ്ട് ഗൈസ്. എന്നിട്ട് പിന്നെ ബബ്ലുവിനെ കൊടുക്കാൻ പോവാണ്. അത് വല്ലാത്തൊരു റിസ്കി ഇതാണ് ഭക്ഷണം കൊടുക്കൽ. ചില സമയത്ത് വലിയ കുഴപ്പമില്ലാതെ കാട്ടും, ചില സമയത്ത് കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ പിന്നെ ഫോണൊക്കെ എന്നെ ശരണം. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ബബ്ലുക്ക് എടുക്കാൻ പോവാണ്. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ നീക്കണം. ചായ കുടിക്കുന്ന ടൈമാകുമ്പോൾ നീക്കും. ഒരു 5 മണി വരെയൊക്കെ ഒന്ന് കിടക്കും. ഒരു 3:30-4 മണിയൊക്കെ നേരത്തെ കിടന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുന്നേ കിടക്കണം. പക്ഷേ ആ സമയത്ത് വിഷ്ണുവൊക്കെ കോൾ ചെയ്യണ കാരണം പിന്നെ ഞാൻ അപ്പോഴും കിടക്കുക കേട്ടോ. പിന്നെ ഈ വീട്ടിലൊക്കെ അമ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുക കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നിട്ട്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കാണാം. അപ്പോൾ അമ്മ ഇവിടെ നിന്നിട്ട് ചക്ക റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കൂട്ടത്തിൽ കൂടിയിട്ട് സഹായിച്ചു.
ഒപ്പം കഴിക്കണമുണ്ട്. പിന്നെ മറ്റേ ഈ സംഭവം മുകളിലത്തെ അതൊക്കെ കളഞ്ഞ് പിന്നെ ഉള്ളിലത്തെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെക്കണേ. അപ്പോൾ ആ ചക്കക്കുരു പിന്നെ നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ, കറി വയ്ക്കാൻ എന്തിനേലും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചക്കൊക്കെ റെഡിയാക്കിയപ്പോഴത്തേനും നമ്മുടെ വിനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് എനിക്കുള്ള ചായ വെച്ചു. പിന്നെ അതേ ആ വീട്ടിൽ നിന്ന്, അവരും ക്രിസ്ത്യൻസിനെ, നമ്മൾ പാല് മേടിക്കുന്ന വീടാട്ടോ, അവിടെ നിന്ന് നമുക്ക് കുഴലപ്പം, അച്ചപ്പം, പിന്നെ ഉണ്ണിയപ്പമൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായി. ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ ഒരു വീട്ടിലുണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കട്ടെ. ഒരു ശർക്കര ഒക്കെ ഇട്ടു, പിന്നെ ചായപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബിനുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ഈ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ എടുത്ത് ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചായ ആവാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചായക്കായി. അപ്പോൾ എനിക്കും അമ്മയ്ക്കുള്ള ചായ എടുത്തു. പിള്ളേർക്ക് എൻ്റെ ഫ്രണ്ട്സിന് പിന്നെ ചായ വേണ്ട, അപ്പോൾ എന്തായാലും പലഹാരം കൊണ്ടുകൊടുത്തു. പിന്നെ എനിക്കും അമ്മയ്ക്കുള്ള ചായ എടുത്തിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ വീനും ഫ്രണ്ട്സൊക്കെ അവിടുന്ന് പോയി. ഞാനും അമ്മയും ഉണ്ണിയും കൂടി ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ബബ്ലു അവരെ നോക്കിയിരിക്കുന്നുണ്ട്. അമ്മയും ഞാനും ഉണ്ണി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അമ്പ് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കുട്ടികളായിട്ട് ആൾക്കാരൊക്കെ പോയി കാണുന്നുണ്ട്. ഈ വീട്ടിൽ തോന്നുന്നുണ്ട്. വീട്ടിൽ ബബിൾ കണ്ട പിന്നെ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കാനുള്ളൊരു സമയമായപ്പോൾ അടിച്ചു വാരി തുടച്ചിട്ട് കൊടുത്തു അമ്മയ്ക്ക്. ആ സമയത്ത് അമ്മ ഉണ്ണീനെ ഊഞ്ഞാലാട്ടുന്നുണ്ടായിരുന്നു. ഒട്ടുമിക്ക ടൈമിലും ഇവിടെ ഊഞ്ഞാലാട്ടം നിർബന്ധമാണ്. പിന്നെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബബ്ലു ഉറങ്ങിയിട്ടാ. അങ്ങനെ പിന്നെ വൈകുന്നേരമായി. പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഈ ഒരു ടൈമൊക്കെ. മഴ പെയ്യുമ്പോഴും ഒക്കെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. സിറ്റ് ഔട്ടിൽ ഭയങ്കര ഒരു അടിപൊളി, എന്താ പറയുക, നല്ലൊരു സുഖമുള്ള സ്ഥലമാണ്. അങ്ങനെ പിന്നെ അമ്മ വിളക്കൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ട് എനിക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എന്തായാലും അമ്മ മുകളിൽ ഡ്രസ്സൊക്കെ കൊടുന്നിട്ട് തന്നു. ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് കൊടുന്നു തന്നു. ഞാൻ മുകളിൽ കയറാറില്ല കേട്ടോ, അവിടെ പൂജാ റൂം ഉള്ളതുകൊണ്ടാണ് ഞാൻ കയറാറില്ല.
അപ്പോൾ അമ്മ ഡ്രസ്സുകൾ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടു വന്നപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കുകയാണ്. ഇതൊക്കെ ഷെൽഫിലാക്കി വെച്ച് ഒന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ നേരെ കുളിക്കാൻ പോകും. പിന്നെ കുളിച്ചിട്ട് പിന്നെ എൻ്റെ നിസ്കാരം, ഓത്ത് കാര്യങ്ങളൊക്കെ, ഖുർആൻ ഓതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് പൊറോട്ട കൊടുന്നു. അപ്പോൾ ഞാൻ പൊറോട്ടയും പരിപ്പ് കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിലാണെങ്കിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ ഈ വീട്ടിലൊക്കെ കണ്ട ലൈറ്റ്, എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര കൊട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പടക്കം പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ബബ്ലുവിന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ ബിരിയാണി കഴിക്കുന്നുണ്ട് ബബ്ലു. പിന്നെ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നിനായിട്ട് പ്രിപ്പയർ ആവട്ടെ. ലൈക്ക് ഇനിയിപ്പോൾ ഡേറ്റ് അടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോന്ന് എഴുതി വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ണി വരാറാകുമ്പോഴത്തേക്കും നമ്മുടെ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണമല്ലോ. അപ്പം ഞാൻ എല്ലാതും കൂടി ഒറ്റ ദിവസം ചെയ്യില്ല, എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മാറാലൊക്കെ അടിച്ച് ഒന്ന് തുടച്ചിടാം. ഒരു ജനൽ, അടുത്ത ജനൽ അടുത്ത ദിവസം, അങ്ങനെയായിട്ട് ഓരോന്നായി ചെയ്യാണ്. ഇനി പിന്നെ ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ സാധനങ്ങൾ കുറച്ചും കൂടി വാങ്ങാനുണ്ട്. കുറച്ചൊക്കെ മേടിച്ച് വെച്ചു. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി മേടിച്ചിട്ട് കഴുകി സെറ്റാക്കി വെക്കണം. അപ്പോൾ വീനും ബബ്ലും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നൈറ്റിലെ അയൺ ഗുളികയും അതുപോലെ തന്നെ ഉറക്കം ശരിയാവാണ്ട് ഞാൻ ഉറക്കത്തിനുള്ള ഗുളിക മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിക്കാൻ പോവാണ്. അപ്പോൾ 8 മണി ആകുമ്പോഴത്തേനും ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഈ മരുന്ന് കഴിക്കണം. പക്ഷെ ഇന്നിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ലേറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ മരുന്നൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ അങ്ങോട്ട് വന്നത്. എന്നിട്ട് പിന്നെ മെഡിസിനൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡേ മൈ ലൈഫൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിലും കുറച്ച് റിസ്ക്കാണ് ഈ ടൈമിൽ. പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുള്ള കാരണം തന്നെ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ സമ്മതിക്കില്ല. എൻ്റെ കയ്യിൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് ഫോൺ വേണം. ഞാൻ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കും. ഇൻ കേസ് ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഫോൺ കിട്ടും വേണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബബ്ലും വീനും ഇവിടുത്തെ 2 ചെറിയ കുട്ടികളാണ്. അവർ രണ്ടാളും ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ നമ്മളിത് എല്ലാ പരിപാടിയും നീറ്റാക്കിയൊക്കെ വെച്ച് ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവാണ്. അപ്പോൾ നോക്കുമ്പോൾ പടക്കം പൊട്ടണമൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.